വീഡിയോയുടെ തമ്പനെയിലിൽ കണ്ടതുപോലെ ഭൂതം നടന്ന വഴിയോ എന്ന് നിങ്ങൾ ചോദിക്കാൻ വരട്ടെ. അത്തരത്തിലൊരു സ്ഥലമുണ്ട്. ഭൂതത്താൻ്റെ നടവരമ്പ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ വിളിപ്പേര്. അയർലൻഡിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഇത് എത്രത്തോളം ശരിയാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എല്ലായിടത്തെയും പോലെ തന്നെ ഈ സ്ഥലത്തിന് ഭൂതത്താൻ നടവരമ്പ് എന്ന പേര് വന്നതിന് പിന്നിലുമുണ്ടൊരു കഥ. അതെന്താണെന്ന് നോക്കാം. ഈ കഥ പ്രകാരം ഈ സ്തൂപങ്ങളൊക്കെ നിർമ്മിച്ചത് ഒരു ഭൂതത്താനാണത്രേ. പുരാതന അയർലൻഡിലെ ഫിയോൻ മാക്കൂൾ എന്ന ഭൂതത്താനെ സ്കോട്ട്ലാൻഡിലുള്ള ഭൂതമായ ബെനാൻഡോണർ എന്ന ഭൂതം യുദ്ധം ചെയ്യുവാനായി വെല്ലുവിളിച്ചത്രേ. ഫിയോൻ ഈ വെല്ലുവിളി സ്വീകരിക്കുകയും സ്കോട്ട്ലാൻഡിൽ പോകാനായി ഒരു കടൽപാത നിർമ്മിക്കുകയും ചെയ്തത്രേ. ഇങ്ങനെയാണ് ഗ്യാൻ കോസ്വേ ഉണ്ടായത് എന്ന് കെട്ടുകഥകൾ പറയുന്നു. എന്നാൽ ശാസ്ത്രം പറയുന്നത് ഏകദേശം 60 വർഷങ്ങൾക്ക് മുൻപേയുള്ള അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ വഴി ഒഴുകിയ ലാവ തണുത്തുറഞ്ഞുണ്ടായ കൃഷ്ണശിലകളാണ് ഇവയെന്നാണ്. അതായത് ലാവ തണുത്തുറഞ്ഞപ്പോൾ അതിൽ ഒരേ രീതിയിലുള്ള വിള്ളലുകൾ ഉണ്ടാവുകയും അവ ഷഡ്ഭുജമായ നിരത്തി വെച്ചിട്ടുള്ള തൂണുകൾ പോലെ രൂപപ്പെടുകയും ചെയ്തു. നെൽപ്പാടങ്ങളിൽ വരൾച്ച വരുമ്പോൾ ചെറിയ പഞ്ചഭുജ അല്ലെങ്കിൽ ഷഡ്ഭുജ ബ്ലോക്കുകൾ ഉണ്ടാവുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവുമല്ലോ. അതുപോലെയാണ് ഈ വലിയ സ്തൂപങ്ങൾ ഒരേപോലെ രൂപാന്തരം പ്രാപിച്ചത്. പുരാതന കാലത്തൊന്നും അറിയപ്പെടാതിരുന്ന ഗ്യാൻ കോസ്വേയുടെ സൗന്ദര്യത്തെപ്പറ്റി ലോകത്തോട് പറഞ്ഞത് 1693 പ്രശസ്ത പ്രൊഫസറായിരുന്ന റിച്ചാർഡ് ബുൽക്കല്ലി ആയിരുന്നു. തുടർന്ന് ഇത് ലോകശ്രദ്ധ ആകർഷിക്കുകയും കാലാകാലങ്ങളായി വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് ഇങ്ങോട്ടേക്ക് ഉണ്ടാവുകയും ചെയ്തു.